البدريين واللحديين والخندقين والخيبريين وإلى حضرة خواجة معين الدين الچشتی الأجمیری قدس الله سره العزيز وابنه فخر الدين باب السلواری قدس الله سره العزيز وابن ابنه اسام الدين سامباری قدس الله سره العزيز وإلى حضرة جدي علي القطب اللاهد قدس الله سره العزيز وإلى حضرة الأولياء من مشارق الأرض إلى مغاربها الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അല്ലാഹു നമ്മുടെ ഈ സദസ്സും മറ്റു എല്ലാ സദസ്സുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മമാര്, ഉമ്മാമ്മമാര്, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, പ്രത്യേകമായും ഇവിടെ വരുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന പ്രിയപ്പെട്ട താജുവിൻ്റെ പുന്നാര മകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിന് ഒരു തരി മണൽ മുതൽ മണ്ണ് മുതൽ ഈ സമയം വരെ ഇതിനു വേണ്ടി സഹായിച്ച ധാരാളം ആളുകൾ പലവരും ഇന്ന് നമ്മളോട് കൂടെയില്ല. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ്, ധാരാളം വിഷയങ്ങൾ പറയാനുണ്ടെങ്കിലും സമയക്കുറവ് കൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ വേഗം പോകും. ബാക്കിയുള്ള ഉസ്താദുമാരൊക്കെ ഇൻഷാ അള്ളാഹ് നന്നായി പ്രസംഗിക്കും. ഇവിടെ പ്രസംഗത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രവർത്തനമാണ് ഇവിടെ വളരെ അത്യാവശ്യമായി നിൽക്കുന്നത് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. നേരത്തെ ബഹുമാന്യരായ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ നാം ഒരു തൈമരം നാം നട്ടു വളർത്തി അതിൻ്റെ ചില്ലകൾ എങ്ങോട്ട് പോകണം, എതിലേ പോകുന്നു, ആ രൂപത്തിൽ ഉദാഹരിച്ചതുപോലെ നമ്മളെ വീട്ടിലുള്ള ഉമ്മമാരും ഉപ്പമാരും റെഡിയാകുമ്പോഴാണ് നമ്മളെ മക്കളൊക്കെ റെഡിയായി വരുന്നത്. ഇവിടെ 650ഓളം വരുന്ന മക്കളെ അൽഹംദുലില്ലാഹ് സുന്ദരമായ രൂപത്തിൽ പഠിപ്പിച്ച് നല്ല സനതൊക്കെ കൊടുത്തുകൊണ്ട് അവർ അൽഹംദുലില്ലാഹ് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ 350ഓളം വരുന്ന കുട്ടികൾ ഇവിടെയും മറ്റു ഇതിൻ്റെ ഓഫ് ക്യാമ്പസായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ഉൾപ്പെടെ 350ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നറിയാനും കഴിഞ്ഞു. എല്ലാം കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇൻഷാ അള്ളാഹ് സുന്ദരമായ രൂപത്തിൽ വളർന്നു വരേണ്ട കാലഘട്ടം ഇന്ന് അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ഇന്ന് എന്നോട് വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, ശഅബാൻ മാസമാണ്, ആ ശഅബാൻ മാസമായതുകൊണ്ട് ആളുകളൊക്കെ പരസ്പരം ഒന്ന് നന്നാവാൻ പറയും, ഭാര്യയും ഭർത്താവും. അദ്ദേഹത്തിൻ്റെ മഹല്ലിൽ, അദ്ദേഹം ആ മഹല്ലിൽ ആ ജമാഅത്തിൽ കാര്യപ്പെട്ട ഒരു വലിയ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ആ ജമാഅത്തിൽ ധാരാളം ത്വലാഖുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്,
പ്രായമുള്ള ആളുകൾ വരെ ത്വലാഖുകൾ വാങ്ങിപ്പോവുകയാണ് സഹോദരിമാര്. കാരണം ഒക്കെ ഒത്തുപോകുന്നില്ല. അതിലേറെ 4 വർഷം 3 വർഷമൊക്കെ കല്യാണം കഴിഞ്ഞു, പിന്നീട് അവർ തമ്മിൽ ചെറിയ ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ പിന്നീട് ഒഴിവാക്കുന്ന ഒരു റൂട്ടിലേക്കാണ് അവരെത്തുന്നുള്ളത്. ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറില്ല. ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെങ്കിൽ എന്ത് വേണം? ധാർമ്മികമായ ബോധം കുട്ടികൾക്ക് ഭൗതികത്തോടുകൂടെ ആവശ്യമാണ്. ധാർമ്മിക ബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹുവിനും രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. ആ വിവാഹം കഴിഞ്ഞ് പ്രൗഢമായ സുന്ദരമായ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ട വിവാഹങ്ങളിൽ വെച്ചുകൊണ്ട് ഇനി കാണാനിരിക്കുന്ന വിവാഹങ്ങളിൽ വെച്ചുകൊണ്ടും ഏറ്റവും വലിയ പ്രൗഢമായ വിവാഹമാണ് പ്രിയപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുന്നാരമോൾ ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹുവിന്റെയും വിവാഹം. രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പട്ടിണികളും ഒക്കെ കടന്നു പോവാറുണ്ട്. ഇതെല്ലാം സഹിച്ചു മുന്നേറി പോവണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത അവിടുത്തെ പുന്നാര ഉപ്പ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്തിക ജീവിതവും ഒരു കുടുംബ ജീവിതവും ഒരു വീട്ടിൽ നിൽക്കുന്ന ഉമ്മ എങ്ങനെയാവണമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത പുന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഒരു ദിവസം ഹസൻ അലി റളിയല്ലാഹുവിന്റെ ഇടയിൽ ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ദിവസം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് ഒരു റൊട്ടി കിട്ടി, പൂർണ്ണമായി ഒരു ഹുബ്സ് കിട്ടി. ആ ഒരു റൊട്ടി കിട്ടിയപ്പോൾ അത് 4 കഷ്ണമാക്കി അതിൽ നിന്ന് ഒരു കഷ്ണം പ്രിയപ്പെട്ട ഹസൻ റളിയല്ലാഹുവിന് മോന് കൊടുത്തു, രണ്ടാമത്തെ കഷ്ണം ഹുസൈൻ റളിയല്ലാഹുവിന് കൊടുത്തു, ഒരു കഷ്ണം ഭാര്യ ഫാത്തിമ ബീവിക്കും കൊടുത്തു, ഒരു കഷ്ണം അലി റളിയല്ലാഹുവിന് കൊടുത്തു. 4 ആളുകൾ ഒരു റൊട്ടിയെ പാകം ചെയ്തു, കഷ്ണമാക്കി. അപ്പോൾ ഉടനെ തന്നെ ഒരു കഷ്ണം പൂർണ്ണമായി 4ൽ 1 ഭാഗം കിട്ടിയ ഒരു ദിവസമായതുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനോട് ഭർത്താവിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട അലി, ഞാന് ഉപ്പന്റെ അടുത്തിലൊന്ന് പോയി വരട്ടെ. ആരാണ് ഉപ്പ? ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപ്പന്റെ അടുക്കൽ ഞാനൊന്ന് പോയി വരട്ടെ. എന്തേ? ഒന്നുമല്ല, ഇന്ന് നമുക്ക് ഒരു റൊട്ടി പൂർണ്ണമായി കിട്ടിയപ്പോൾ ഒരു കഷ്ണം നിങ്ങൾക്കും ഒരു കഷ്ണം എനിക്കും ഒരു കഷ്ണം ഹസൻ റളിയല്ലാഹുവിനും ഒരു കഷ്ണം ഹുസൈൻ റളിയല്ലാഹുവിനും കിട്ടിയ ദിവസമാണല്ലോ. പലപ്പോഴും 1/4 റൊട്ടി കൊണ്ട് 4 ആളും കഴിച്ച ദിവസങ്ങളുണ്ട്, അര റൊട്ടി കൊണ്ട് 4 ആളുകളും കഴിച്ച ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നൊരു കഷ്ണം കിട്ടിയപ്പോൾ ഉപ്പന്റെ അടുക്കലൊന്ന് പോയി വരട്ടെ, ഉപ്പ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നറിയുകയില്ല. അങ്ങനെ സമ്മതം കൊടുത്തു. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പുന്നാര ഉപ്പന്റെ അടുക്കിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഓടിച്ചെന്ന് ഉപ്പന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അബൂയ. ഉപ്പ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന സലാം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഉപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈത്തപ്പനയുടെ മടലുകൾ ഇങ്ങനെ വിരിച്ചുകൊണ്ട് അതിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടക്കുമ്പോൾ ഒരു തലയണയൊന്നുമില്ല, കൈ ഇങ്ങനെ തലക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അങ്ങനെ കിടക്കുകയാണ്. ഉടനെ സലാം അടക്കി, എന്തേ മോളെ പോകുന്നത്? ഒന്നുമല്ല ഉപ്പ, ഇന്ന് അലി റളിയല്ലാഹുവിന് ഒരു റൊട്ടി പൂർണ്ണമായി കിട്ടി. അതിൽ നിന്ന് ഒരു കഷ്ണം എനിക്കും 2 മക്കൾക്ക് ഓരോ കഷ്ണവും, അലി റളിയല്ലാഹുവിന് ഒരു കഷ്ണവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കഷ്ണം കിട്ടിയപ്പം എനിക്ക് ഉപ്പനെ ഓർമ്മ വന്നതാണ്. ഞാൻ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പം പുന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. അതുകൊണ്ട് ആ ഭക്ഷണം അൽഹംദുലില്ലാ ആ റൊട്ടിയുടെ കഷ്ണം കഴിക്കുകയാണ്. ഒന്നിരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാവാം, അതല്ലെങ്കിൽ യഥാർത്ഥവും അങ്ങനെയാവാം. പക്ഷേ ഇവിടെ ഉപ്പയെ ഓർമ്മ വന്നു. ഈ മകൾക്ക് ഉപ്പയെ ഓർമ്മപ്പെടാൻ കാരണം ധാർമ്മികമായ ബോധം ആ പുന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. ഫാത്തിമ ബീവിക്ക് അൽഹംദുലില്ലാ കിട്ടിയപ്പോൾ ഉപ്പയെ ഓർമ്മ വന്നു. അതെന്തുകൊണ്ടാണ്? ഈ ഒരു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ വിവാഹം കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്.
ഓരോരുത്തരുടെ വീട്ടിൽ പോയാലും 5 ലക്ഷം രൂപയുടെ അറ, 10 ലക്ഷം രൂപയുടെ അറവ, 25 ലക്ഷം റുപ്യേൻ്റെ അറ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അറ എന്ന് തന്നെ ഇവിടെ പറഞ്ഞു അല്ലേ, ഓല റൂം എന്നാണ് കൂട്ടിക്കൂടി. അങ്ങനെ ഈ 10 ലക്ഷം റുപ്യക്കും 15 ലക്ഷം റുപ്യ റൂമൊക്കെ ഉണ്ടാക്കി വാപ്പ ഇല്ലാത്ത കാശുകൾ ഉപയോഗിച്ചുകൊണ്ട് മകളെ സ്നേഹിച്ച് ചെന്ന് എല്ലാം റെഡിയായാലും അതിൽ ചിലപ്പം ഒരു ചെറിയ ഒരു മെഴുകുതിരി കുത്തിവെക്കാനുള്ള സ്റ്റാൻഡ് ഇല്ലാതിരുന്നാൽ ബാപ്പന്റെ നേർക്ക് എന്ത് റൂം, മെഴുകുതിരി കുത്താനുള്ള സാധനം കൂടി എന്തില്ല ഈ റൂമിലില്ല, എത്ര വിഷമമുണ്ടാവും. ഇത് പറയാതിരിക്കണമെങ്കിൽ ധാർമ്മികമായ ബോധം വേണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ മദ്രസ നമ്മുടെ നാട്ടിലുള്ള സെക്കൻഡറി മദ്രസയില്ല, അലിഫും ബാവും പഠിപ്പിക്കുന്ന മദ്രസയില്ല. നമ്മുടെ ആദ്യത്തെ മദ്രസ ഉമ്മയുടെ മടിത്തട്ടാണ്. ആദ്യത്തെ മദ്രസ ഉമ്മയുടെ മടിത്തട്ടാണ്. അൽഹംദുലില്ലാഹ് LKG-യും UKG-യും സഹറത്തുൽ ഖുർആനും തിബിയാനും എല്ലാം പഠിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ മദ്രസ നിന്റെ ഉമ്മയുടെ മടിത്തട്ടാണ്. കാരണം എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഉമ്മയാണ്. ഒരു 4 വയസ്സാകുന്ന ഒരു കുട്ടി, അതുപോലെ 2 വയസ്സാകുന്ന ഒരു കുട്ടിയുമുണ്ട്. 4 വയസ്സാകുന്ന ഒരു കുട്ടി നമ്മുടെ കോണിയിൽ ഏണിയിൽ ഏണി നമ്മുടെ പറയും അല്ലെ, ഏണിയിൽ കയറുന്നത് കാണുമ്പോ സുബ്ഹാനല്ലാഹ് ഈ 4 വയസ്സാകുന്ന കുട്ടിയോട് ഏണിയിൽ കയറണ്ട മോളെ എന്ന് ഉമ്മ പറയും. അപ്പൊ മോള് പറഞ്ഞാ കേൾക്കൂല, പിന്നെയും കയറും ഏണി. നിന്നോടല്ല പറഞ്ഞത് കയറണ്ട, അപ്പോഴും മോള് കയറും. 3ാമത് പറയും അതിന്റെ കെൽബിന്റെ അർത്ഥം തിരിയൂലേ, അറിയാം അതെല്ലാവർക്കും അറിയാം. കെൽബിന്റെ അർത്ഥം അറിയാത്തൊരു കൈ പോക്കട്ടെ, മലയാളത്തിൽ പറയാനാ അല്ല, എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവർക്കും അറിയാം, മദ്രസയിൽ നിന്ന് എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചോറ്, കഞ്ഞി, കെൽബ് അതൊന്നും മറന്നില്ല. കാരണം എപ്പോഴും ഉപയോഗമുള്ള സാധനമാണ് അല്ലേ, എല്ലെപ്പോഴും ഉപയോഗമുള്ള സാധനമാണ്. എന്നാൽ ദറാജത്തിനും മിളല്ലത്തിനും ഒരുപാട് വേർഡുകൾ പഠിച്ചിട്ടുണ്ട്. വേർഡുകൾ പഠിച്ചു, അതൊക്കെ മറന്നുപോയി, കാരണം ഉപയോഗമില്ല. അതുകൊണ്ട് 2 വട്ടം പറഞ്ഞത് കേൾക്കാന്നപ്പോ ഉമ്മ പറഞ്ഞു അതിന്റെ കെൽബെ അന്നോടല്ലേ ആ ഏണിമ കയറണ്ട എന്ന് പറഞ്ഞത്. അപ്പോ ഈ കുട്ടി ഈ തോളിലിരിക്കുന്ന സംസാരം മെല്ലെ 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 തുടങ്ങുന്ന കുട്ടിയുണ്ട്. ആ കുട്ടി പിന്നെ ഇത്താത്തനെ വിളിച്ചത് കെൽബെ എന്നാണ്. അപ്പൊ ആരാദ്യം പഠിപ്പിച്ചു കൊടുത്തത്? ആരാദ്യം പഠിപ്പിച്ചത്? പള്ളിയിലെ മൂലരാ, ഉസ്താദാണോ, മദ്രസ ആണോ, തിബിയാനാണോ, സഹറത്തുൽ ഖുർആനാണോ? ഒന്നുമല്ല, ആരാ? ഉമ്മയാണ്. അങ്ങനെ ഉപ്പ എന്ന് പഠിപ്പിച്ചു കൊടുത്തതും ഉമ്മ എന്ന് പഠിച്ചതും ഇത്താത്ത എന്ന് പഠിച്ചതും ഇക്കാക്ക എന്ന് പഠിപ്പിച്ചു കൊടുത്തതും എല്ലാം പഠിപ്പിച്ചു കൊടുക്കൊക്കെ ഉമ്മയാണ്. ആ ഉമ്മ റെഡിയായില്ലേ, അതാണ് എന്റെ മുമ്പ് നേരത്തെ പ്രസംഗിച്ച ബഹുവന്ദരായ ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാഹ് ഒരു നട്ടുപിടിച്ച ഒരു മരത്തിനെ അൽഹംദുലില്ലാഹ് തസ്ബീഹാക്കി ഒരു വിഷയം അൽഹംദുലില്ലാഹ് ഇവിടെ സമർത്ഥിച്ചത്. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് വിത്ത് ഗുണം 10 ഗുണം, വിത്ത് ഗുണം 10 ഗുണം. പഴയ കാലത്ത് മലയാളത്തിൽ പറയാറുണ്ട്, കന്നഡയിൽ എന്നാണ് പറയാറ് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മലയാളമേ എവിടെ ചെന്നാലും പറയുകയുള്ളൂ. അതുകൊണ്ട് വിത്ത് ഗുണം 10 ഗുണം. എന്നാൽ വിത്ത് നന്നായാൽ 10 ഗുണം കിട്ടും. വിത്ത് നന്നായില്ലേ 1 ഗുണവും കിട്ടൂല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനം പ്രിയപ്പെട്ട ഈ സാധുവായ മദനി ഉസ്താദ്, മൂപ്പരെ കണ്ടാൽ തന്നെ ഭാവമാണ്. പിന്നെ ആരെങ്കിലും ഫീസ് കൊടുക്കുമോ? മൂപ്പരെ കണ്ടാൽ ഞാൻ സത്യത്തിൽ ഇന്ന് ഇവിടെ പരിപാടി ഏറ്റ ആളല്ലേ എനിക്ക് ഇന്ന് ഡമ്മങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓടെത്താനുണ്ട്. അവിടെ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. പക്ഷേ ഈ ഉസ്താദിന്റെ വിളി കേട്ടപ്പോൾ എനിക്കൊരു പാവം തോന്നി. ഒന്ന് കയറി ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. ഈ ഉസ്താദിനോട് ചോദിച്ചു നിങ്ങൾ വേഗം പോവുകയാണോ എന്ന് ചോദിച്ചു. പക്ഷേ അതുകൊണ്ട് ഞാൻ പരിപാടി ഏറ്റ കോലം എങ്ങനെയാണെന്ന് പറയാതിരുന്നാൽ ഈ തങ്ങൾ പാപം അങ്ങനെ തന്നെയാണെന്ന് ചിലവർ കരുതി പോകും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ നഫ്സുൽ നമ്പർ ഒന്ന് വിശദീകരിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിവിടെ ഉയർന്നു. ഇത് ഇന്നല്ല, ഇതിങ്ങനൊന്നും ആയാൽ പോരാ. നല്ല സ്വിമ്മിംഗ് പൂൾ വേണം, ടറഫ് വേണം, അതിന് വിശാലമായ ഗ്രൗണ്ടുകൾ വേണം. 5 ഏക്കർ 10 ഏക്കർ ഒക്കെ സ്ഥലങ്ങൾ വാങ്ങി പെൺകുട്ടികൾക്ക് പഠിക്കാൻ അൽഹംദുലില്ലാഹ് സൗകര്യം. ഇല്ലെങ്കിൽ അതിലൂടെ കോലാണ് പോകും, ഇല്ലെങ്കിൽ ഇതിലൂടെ പോകും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിക്മത്തോടു കൂടെയാണ് വേണ്ടത്. ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ല AC വെച്ച ഒരു മദ്രസയുണ്ടെങ്കിൽ
കുട്ടികൾക്കൊക്കെ മദ്രസയിൽ AC വെച്ച മദ്രസയിൽ പഠിക്കാനാണ് താല്പര്യമുള്ളത്. ആർക്കും AC ഇല്ലാത്ത മദ്രസയിൽ പഠിക്കാൻ താല്പര്യമില്ല. ഇന്നാൾ ഒരു മദ്രസയിൽ ഞാൻ 313 മദ്രസകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസയിൽ 235 മദ്രസകൾ പൂർത്തിയാകുമ്പോൾ 115 മദ്രസകൾ AC സംവിധാനത്തോടെ നിലവിൽ വരുന്നുണ്ട്. ആ മദ്രസയിൽ ഒരു സ്ഥലത്ത് 1ാം ക്ലാസ്സിൽ AC വെച്ചപ്പോൾ ആ കുട്ടി 1ൽ നിന്ന് 2ലേക്ക് ജയിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ 2ലേക്ക് കയറൂല ഉസ്താദെ, ഞാൻ 1 തന്നെ ഇരിക്കുകയാണ്. അല്ല മോനെ, എനിക്ക് ഫുൾ A+ കിട്ടി. അല്ല, 2ൽ ചൂടാണ്, അതുകൊണ്ട് ഞാൻ 1 തന്നെ ഇരിക്കുകയാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്കത്തി ബിൽ ഹിക്മ. കണ്ടോ? അങ്ങനെയായപ്പോൾ പിന്നെ എന്ത് പറഞ്ഞാലോ കുട്ടി 2ലേക്ക് കയറൂല. അപ്പൊ ആ കുട്ടിയുടെ മൂത്താപ്പ പറഞ്ഞ തിരൂല ഇവിടെ, മൂത്താപ്പ പറഞ്ഞു എന്ത്? മൂത്താപ്പ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, പിന്നെ എന്നാൽ ഞാൻ ഉസ്താദെ ഞാനൊരു AC വാങ്ങിത്തരാം, എൻ്റെ ആ കുട്ടി ഒന്ന് കയറിക്കോട്ടെ. മൂപ്പരത്ത് പൈസയുണ്ട്, കൊടുക്കാൻ തൗഫീഖുണ്ട്. അങ്ങനെ ആ കുട്ടി 2ലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ഉസ്താദിനോട് വിളിച്ചു പറഞ്ഞ്, തങ്ങളുപ്പാ നിങ്ങൾ 1ാം ക്ലാസ്സിലല്ലേ AC വെച്ച്, ഞാൻ 2ാമത്തെ ക്ലാസ്സിൽ AC വെച്ചിട്ടുണ്ടെന്ന് സദർ ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടിൻ്റെ ആ ഒരു കട്ടകാലം പിടിച്ച് തിരിഞ്ഞോ, കട്ടകാലം പിടിച്ച ആ സ്വഭാവമാണെങ്കിൽ അൽഹംദുലില്ലാ അത് 10ാം ക്ലാസ് വരെ തുടർന്നാൽ അൽഹംദുലില്ലാ മദ്രസ മൊത്തം AC ആവുമല്ലോ. കാരണം 3 എത്തുമ്പോൾ കുട്ടി പിന്നെ നിരോധിച്ചാൽ മതി. അപ്പൊ ഇനിയും ഉണ്ടാവുമല്ലോ എളാപ്പാരും മൂത്താപ്പാരൊക്കെ. അപ്പൊ അതുകൊണ്ട് ഹിക്മത്താണ്. എന്തുകൊണ്ട് കുട്ടി 1ൽ നിന്ന് 2ലേക്ക് കയറിയില്ല? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ പ്രിയപ്പെട്ട ഉസ്താദിനോട് കൂടെ അൽഹംദുലില്ലാ കമ്മിറ്റി അംഗത്തിനോടുകൂടെ നിങ്ങളൊക്കെ ചേർന്ന് പ്രവർത്തിക്കണം ഇൻഷാ അല്ലാഹ്. അതിന് അൽഹംദുലില്ലാ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇതൊക്കെ ജനല ഇവിടെയൊക്കെ ജനലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് ഫുള്ള് സെൻട്രൽ AC ഇപ്പൊ എല്ലായിടത്തോടും കാറ്റ് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ഒന്ന് സഹകരിച്ചാൽ അൽഹംദുലില്ലാ ഇതൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് കുറച്ച് ഫീസൊക്കെ വാങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഫീസ് വാങ്ങുമ്പോഴേ വിഷയത്തിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല. എപ്പോഴും അങ്ങനെയാണ്. ഒരു ഡോക്ടർ നല്ല കഴിവുള്ള ഡോക്ടറാണ്, പക്ഷെ അദ്ദേഹം ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട്, ഒരാൾ സൈക്കിളിൽ നിന്ന് വീണ് വന്നപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഒരു മരുന്ന് എഴുതി കൊടുത്തു. പക്ഷെ ഈ രോഗിക്ക് ഒരു റാഹത്തായില്ല. കാരണം ഞാൻ സൈക്കിളും വീണ് വന്നിട്ട് ഒരു പരിഗണനയുമില്ല, തൊട്ട് നോക്കിയിട്ട് ഒരു ഓയിൽമെൻ്റ് എഴുതി. ഉടനെ അടുത്ത ഡോക്ടർക്ക് പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു എക്സ്റേ, ഒരു ECG, ഒരു CT സ്കാൻ വേണമെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ ഒരു 3000 റുപ്യേൻ്റെ ബില്ലൊക്കെ കൊടുത്തപ്പോൾ പിന്നെ ഈ ഒന്നും പറയാതെ തൊട്ട് നോക്കിയ ഡോക്ടർ എഴുതി അതേ ഓയിൽമെൻ്റ് ആരും എഴുതി കൊടുത്തു, ഇയാൾ എഴുതി കൊടുത്തു. അങ്ങോട്ട് പറഞ്ഞു, എന്താ ചങ്ങായിക്ക് തിരിയാ, നമ്മളാരെങ്കിലും ആണ്ട് പോവോ? പക്ഷെ ഇവിടെ വന്നപ്പോൾ റാഹത്തായി. അല്ല, ഒന്നും കഴിവില്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച്. അതുകൊണ്ടാണ് അതൊരു മനഃശാസ്ത്രമാണ്. കുറേ വിഷയങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എപ്പോഴും അങ്ങനെയാണ്, വിഷയങ്ങളൊക്കെ ക്വാളിറ്റി ചെയ്യണം. അൽഹംദുലില്ലാ നല്ല വൃത്തിയുള്ള ക്യാമ്പസ്, അൽഹംദുലില്ലാ നല്ല കട്ടയൊക്കെ വധിച്ച്, അൽഹംദുലില്ലാ നല്ല ഉഷാറുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ പഠിക്കാനും നല്ല ഉഷാറാണ്. പഴയ കാലത്തെ ആളുകൾ കണ്ടില്ലെങ്കിൽ നമ്മൾ ഒരു പഞ്ഞി വെക്കും ചവിട്ടിൽ, അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ സെൻറ്റാക്കിയിട്ട് പഞ്ഞി വെക്കും, അല്ലേ? അതെന്തിനാണ്? ചവിട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന സാധനത്ത് നിർത്താനല്ലേ? എന്തിനാണ്? നല്ല അത്തർ തേച്ചതിന് വെച്ചാൽ അല്ലാഹു തആല ഈ ചെവിയെ തന്നിരിക്കുന്നത് മുറം പോലെയാണ്. ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് നിങ്ങളെ ചെവി ഇങ്ങനെ നോണ്ടാണ്. ഈ ചെവി ബാക്കോട്ടൊന്ന് താത്തെല്ലാവരും പിടിക്കേ, ചെവി എല്ലാവരും താഴ്ത്തി പിടിക്കുക. ഞാൻ സംസാരിക്കുന്നത് നിൻ്റെ ഇടയിൽ വിടണം. ഇനി വിട്ടോ, വിടുമ്പോഴേ 2 സൗണ്ട് വിട്. ഈ വില ഇനി പിടിച്ചാൽ പോകേണ്ടി വരും. അപ്പോൾ സൗണ്ടിന് വ്യത്യാസമുണ്ടോ? അപ്പോൾ അതിന് ഈ സൗണ്ട് മുഴുവൻ ഇതും അങ്ങനെ അടയാണ്. ഇതും അടയുമ്പോൾ ആ സൗണ്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ എല്ലാ കാറ്റുകളും മൂപ്പരിങ്ങനെ പിടിച്ചെടുക്കുമ്പോഴേ, അപ്പോൾ മൂപ്പരിങ്ങോട്ട് ഇവിടെ തടന്നിട്ട് ഇങ്ങോട്ട് കേൾക്കും. അങ്ങനെയാണ് സംഗതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്തർ വെച്ച് കഴിഞ്ഞാൽ ആ വാസന എങ്ങനെ എന്ത് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ശ്വസിപ്പിക്കുമ്പോൾ ബുദ്ധിക്ക് വികസനം വരും. അതിനാണ് പഴയ കാലത്തെ ആളുകൾ. ഇന്നാൾ ഞാൻ ദർസിൽ ഈ വയല് പോയി പറഞ്ഞപ്പോൾ ഒരു കുട്ടി പിന്നെ ചൂടിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവച്ചു. പിന്നെ ചൂട് കേൾക്കുമോ? മാത്രേൻ്റെ അസിൽ പഠിപ്പിച്ച സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ചവിട്ടിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ആ സ്റ്റെപ്പിലാണ് വെക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക. അൽഹംദുലില്ലാ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു ജനൽ ഒരു 10 രൂപ തരാൻ പറ്റുന്ന ആളാരാ? 9 റുപ്യ സൗന്നിന് 9000. ആരാ? അൽഹംദുലില്ലാ മരിച്ചുപോയ ഉപ്പയുടെ ഉമ്മനവിൽ റമദാനും
ശവ്വാലും കൂടി ആയിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ ശഅബാനും കൂടി ആയിട്ട് ഇപ്പോൾ ഒരു 3000 റുപ്യ 3 വട്ടം കൊടുത്താൽ മതി. 3 3 6 6 3 9. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ആരാ ഒരു ജനലിൽ ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ വാപ്പൻ്റെയും ഉമ്മൻ്റെയും മേൽ തരാൻ പറ്റിയ ആൾ? അല്ലാഹു തആല ആ തുടക്കത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാൻ അൽഹംദുലില്ലാ. 2 എണ്ണം. 1 മുസ്തഫ ഹാജി അൽഹംദുലില്ലാ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹ് 4 മക്കൾക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. 2 ആണ് 2 പെണ്ണ്. അൽഹംദുലില്ലാ. ഒരു മോളെ കല്യാണം കഴിഞ്ഞു അല്ലേ? അൽഹംദുലില്ലാ. ഒരു മോക്കൊരു കുഞ്ഞുണ്ട്. അല്ലാഹു തആല നല്ല ബറക്കത്തുള്ള വീടാക്കണം റഹ്മാനെ. മോന് അൽഹംദുലില്ലാ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് ഇൻഷാ അല്ലാഹ്. പഠിച്ച് നല്ല മോനായി കാണാൻ. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. മുതലുകളും മക്കളും ദുനിയാവിലെ ജീവിതത്തിന് വലിയ ഭംഗിയാണ്. അൽഹംദുലില്ലാ. ആ ഭംഗിയാകുന്ന മക്കളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഞാൻ വന്നപ്പോൾ അതിന് മുസ്തഫാക്കാൻ്റെ മൊത്തം ഡീറ്റെയിൽ എങ്ങനെ കിട്ടി? എനിക്ക് ഭക്ഷണം തന്നുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുത്താൽ അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന് വേണ്ടി അൽഹംദുലില്ലാ നിങ്ങൾ ഖിദ്മ ചെയ്ത് 650ഓളം കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അൽഹംദുലില്ലാ ഇവരൊക്കെ ചെയ്യുന്നതിൻ്റെ കൂലി നിങ്ങൾക്ക് ഇതേ മോഡൽ കിട്ടും. പറയണ കൂലിയും പറയാത്ത കൂലിയൊക്കെ കിട്ടും. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 2ാമത്തെ ഇൻഷാ അല്ലാഹ് ഒരു ജനൽ തരാൻ പറ്റുന്ന ഒരാളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉണ്ടാ അൽഹംദുലില്ലാ. 3000 വെച്ചൊരു 3 മാസം കൊണ്ട് കൊടുക്കുന്നാലും മദ്രസന് കടം വാങ്ങിയിട്ടെങ്കിലും ചെയ്യാം. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. ഒരു ജനൽ തരാൻ പറ്റുന്ന ആൾ ആരുമില്ലേ? അല്ലാഹ് ഇത്ര ആളുകൾ ഉണ്ടായിട്ട് എന്തെല്ലാം കാശുകൾ ചെലവാക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ആ കൂട്ടത്തിൽ ഒരു ജനലേറ്റ് ഒരു 3 മാസം കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളത് കൊടുക്ക്. അൽഹംദുലില്ലാ. 2ാമത്തെ ഒരാൾ ആരെങ്കിലും ഉണ്ടോ? 2ാമത്തെ ഒരാൾ അൽഹംദുലില്ലാ ഒരു ജനൽ തരാൻ നല്ല സന്തോഷത്തോടു കൂടെ. അൽഹംദുലില്ലാ. ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയണം. അൽഹംദുലില്ലാ. ആരുമില്ല? അല്ലാഹ് അൽഹംദുലില്ലാ. നല്ല 3000 പറയും. ഒരു 3 ആൾ കൂടുമ്പോൾ ആവുമല്ലോ. ബിസ്മില്ലാ. 3000 റുപ്യ. ബിസ്മില്ലാ. ഒരാൾ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. വാപ്പിയമ്മയൊക്കെ ഉണ്ടെങ്കിൽ മകൻ മരണപ്പെട്ടു. മോനെ ഏക. വാപ്പിയമ്മയോ? ഉമ്മയുണ്ട്, വാപ്പയില്ല. വാപ്പക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. മോന് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. നാളെ സ്വർഗത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകുന്ന മക്കളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. 2ാമതൊരാൾ 3000 റുപ്യ. അൽഹംദുലില്ലാ. 3000 റുപ്യ. നിങ്ങൾ 3000 തന്നാൽ മതിയാവും. അൽഹംദുലില്ലാ. നിങ്ങൾ ഒരു ജനൽ തരണം. നേരത്തെ കൊടുത്തിട്ട് എന്നാലും മുത്തനൂർ തങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ഉഷാറ്. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നേരത്തെ എപ്പോഴും വാങ്ങണ ആളെന്നെ മുമ്പിന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എനിക്കറിയാം. ഇവങ്ങൾ മാത്രമല്ല എല്ലാവരും വാങ്ങും. അല്ലാഹു തആല നല്ല അടക്കാത്തോട്ടമുണ്ട്, തെങ്ങും തോട്ടമുണ്ട്, എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മസ്റഅയിൽ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കൃഷി ചെയ്യുന്ന ആളുകൾ. ഈ ഉറങ്ങുന്ന ആളുകളോട് എനിക്ക് ഇഷ്ടമില്ല. ഒരു ഇഷ്ടമല്ല ഉറങ്ങുന്ന ആൾ. അത് മൂലയരായാലും വേണ്ടില്ല, തങ്ങളായാലും വേണ്ട, നാടനായാലും വേണ്ടില്ല. എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൊറോണയിൽ പിന്നെ കുറേ ആളുകൾക്ക് വലിയ പാഠം നൽകിയിട്ടുണ്ട്. സംഗതി കുറച്ചു കാലം വീട്ടിലിരുന്നാലും അവിടെ അബ്ബാസ് ഹാജി അബ്ബാസ് അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് 3000 അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 2 ജനൽ ഫുള്ളായി. അൽഹംദുലില്ലാ. വാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഹാജി അബ്ബാസ് ഹാജി ഇല്ല. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സ്വർഗത്തിൽ വരും. നിങ്ങളതോ? വാപ്പിയുമ്മയും കഴിഞ്ഞ്. അങ്ങനെ അവിടെ പറയല്ലേ? വാപ്പിയുമ്മയും കഴിഞ്ഞ്. അല്ലാഹു തആല കീഞ്ഞ് എന്ന് പറയാ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് 2 ജനൽ. 3ാമത്തെ ജനലിക്ക് ഇൻഷാ അല്ലാഹ് 3000 ആക്കണം. ഒരാൾ. 1 2 മുഹമ്മദ് ഹാജി. പിന്നെ 2 ആളും. നിങ്ങളൊപ്പിയമ്മയും ഉണ്ടോ? ഒരു ഇവിടെ നിൽക്ക്. ഇതിനും ഈ മദനിസ്ഥാനുള്ളൂ. മുസ്തഫാക്ക് ചെല്ല് ചെല്ല്. ചോദിക്ക ഉപ്പിയമ്മയുണ്ടോ? നീ ചെല്ലടാ. നീ ഇവിടെ ഇങ്ങനെ അവിടെ കുത്തിരിക്കണം വെറുതെ. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ. അല്ല ഇവിടെ കമ്മിറ്റി ഒന്നുമില്ല ഉസ്താദേ? മദനി കമ്മിറ്റി ഫാൻ. സുബ്ഹാനല്ലാഹ്. ഉണ്ടെങ്കിൽ എൻ്റെ കറാമത്താണ് ഒക്കെ. 3 ആള്. അൽഹംദുലില്ലാ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ലൈറ്റ് ഇല്ലെങ്കിലും വേണ്ടില്ല. ജിയമ്മ ഇത് വേണ്ട. ഇന്നെല്ലാവർക്കും അറിയാം. മുത്തനൂർ തങ്ങൾ അറിയാത്തവരാരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര ചുരുക്കം മതി അല്ലേ? ഇത് 1000 വാട്സാണ്. അതാണ് എൻ്റെ മുമ്പ്. ഇത് ഡെയിലി 2000
വാട്സ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോൾ കണ്ണൊക്കെ അടിച്ചു പോകും. ഒരു ദിവസം ആകുമ്പോൾ കുഴപ്പമില്ല, ഒരു ദിവസം മൂപ്പര മുഖത്തേക്ക് ആക്കണം ഫുള്ളായിട്ട്. അൽഹംദുലില്ലാഹ്. ഇവിടെ ആ അല്ല, ഇതിന് വേറെ ആരുമില്ലേ? ഞാൻ വന്ന മാതിരി തന്നെ ആ ഉസ്താദല്ലേ, വേറെ കുട്ടികളൊക്കെ പരിപാടിക്ക് വളണ്ടിയേഴ്സ് ഒന്നുമില്ല. എന്നെ ഉസ്താദേ ഇതിങ്ങനെ. ആ അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് സാധുവാണ്, അതാണ് എന്ത് പറഞ്ഞാലും ആ ചിരി ഇരിക്കും. പിന്നെ എന്താ പറയാനാ, മൂപ്പര പെണ്ണുകൾക്കല്ല സുഖം. കാരണം എന്തായാലും എന്താവൂല ചൂട്. അത് ഫാത്തിമ ബീവിൻ്റെയും അലി റളിയല്ലാഹുവിൻ്റെയും കഥ പറഞ്ഞ മാതിരിയാണ്. കുറേ കഥ പറയാനുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് 3 ജനലായി. 4ാമത്തെ ജനലിക്ക് ഇൻഷാ അല്ലാഹ് 3000 പറയാൻ പറ്റുന്ന ആള് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ബിസ്മില്ലാഹ് ആക്കണം. 1 അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആ മൊയ്തീൻ ഹാജി അൽഹംദുലില്ലാഹ്. 2ാമത്തെ ആളാര 3000 വേഗം പറയപ്പാ. അൽഹംദുലില്ലാഹ്. ബേക്കിൽ നിന്ന് ഒരു 3000 അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാളും കൂടി പറയും. 3ാമത്തെ ആള് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് 3000. അതാ അവിടെ ഒരാൾ 3000 അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ആ അപ്പൊ ഇൻഷാ അല്ലാഹ് 4 എണ്ണായി. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ബേക്കൽ എത്ര ഉണ്ട് ഇതിന്? അൽഹംദുലില്ലാഹ്. ഇനി ഒരു 2 കൂടി ആയാൽ ഒരു ഫ്ലോറിൻ്റെ ആവും. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി ആരാ അൽഹംദുലില്ലാഹ് 3000 തരാൻ പറ്റുന്നവർ ഉണ്ടാ? വേം പറയപ്പ. ആ 18 ഇവിടെ ഉണ്ടാവും. അൽഹംദുലില്ലാഹ്. അട്ടാര അൽഹംദുലില്ലാഹ്. ഇനി ആരാ 3000 തരാൻ പറ്റുന്നവർ? ബിസ്മില്ലാഹ്. കുത്തുബ. അതെ, ആ പറഞ്ഞ തന്നെ. അൽഹംദുലില്ലാഹ് 3000 രൂപ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അബ്ദുറഹ്മാൻ ഫാൻ അബ്ദുറഹ്മാൻ അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് 3000 അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് 3000. ഇനി ആരാ? കെ അഷ്റഫ് 3000 അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. പടച്ചവനെ 313 മദ്രസയിൽ 235 മദ്രസകളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനം. ഇന്നലെ ഞാൻ വയനാട് മേപ്പാടിയിലാണ്. വയനാട് മേപ്പാടിയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് രാത്രി 2 മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ മദ്രസയിലെ കുട്ടികളെ കൊണ്ടുപോകാൻ വാഹനം വേണം. കാരണം അവിടെ ആനശല്യം, പന്നി ശല്യം, ഒരുപാട് 1 കിലോമീറ്ററൊക്കെ കുട്ടികൾ നടന്നു പോകണം. അതുകൊണ്ട് അതുപോലെയുള്ള മൃഗങ്ങളിൽ നിന്ന് ഈ മദ്രസയിൽ വരുന്ന കുട്ടികൾക്ക് രക്ഷ നേടാൻ വേണ്ടി ഒരു വാഹനത്തിന് വേണ്ടി കാശ് ചോദിച്ചപ്പോൾ 300 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾ, അവർ 300 രൂപയ്ക്ക് തേയില പണിയെടുക്കുന്ന ആളുകൾ 10,000-ഉം 5,000-ഉം നൽകി. അൽഹംദുലില്ലാഹ് 2 ലക്ഷം രൂപയോളം നൽകിയത് അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. നാളെ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞ് ഡമ്മങ്കര പരിപാടി കഴിഞ്ഞ് രാവിലെ വീട്ടിലെത്തി ഉടനെ ഇൻഷാ അല്ലാഹ് 7 മണിയാകുമ്പോൾ കരുവാരെ കൊണ്ടൊരു പതാക ഉയർത്തി ഇൻഷാ അല്ലാഹ് പിന്നെ മണ്ണാർക്കാട് ഒരു മരണ വീട്ടിൽ പോയി നേരെ പൊള്ളാച്ചി വാൾപ്പാറയിലാണ് ഇൻഷാ അല്ലാഹ് നാളെ രാത്രി. വാൾപ്പാറയിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അവിടെ ഒരു മദ്രസ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവിടെ നിങ്ങൾക്ക് തീർക്കും ഇൻഷാ അല്ലാഹ്. ഫൈറൂസ് കം സലാസ അൽഹംദുലില്ലാഹ്. നിങ്ങളെ മോനെ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ മോന് 3000 ഫൈറൂസ്. നല്ല ഫൈറൂസ്, ആ പേര് പോലെ ഇസ്മ പോലെ മുസമ്മയാക്കി. അൽഹംദുലില്ലാഹ് മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളെ കൂട്ടത്തിൽ ആ മോനെയും ഞങ്ങളെ മക്കളെയൊക്കെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഇനി ആരാ ഇൻഷാ അല്ലാഹ് 3000 തരാൻ പറ്റുന്നവർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉണ്ടാ ബഷീർ, മുഹമ്മദ് ബഷീർ സാ അയ്യോ അൽഹംദുലില്ലാഹ്. മുഹമ്മദ് ബഷീർ കം 3000 ولا 6 3 الحمد لله كفي دحين الحمد لله الحمد لله 3000 الله بركة يا أبويا في ماما في كينيا ഉമ്മ മരിച്ചു. എന്തിനാ ഞാൻ ഇതിങ്ങനെ ചോദിക്കണത്? ദാരിദ്ര്യമുണ്ടാകുന്ന ഒരു കാരണമാണ് മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. മരിക്കാത്ത വാപ്പയും ഉമ്മയാണെങ്കിൽ അവർ ആഫിയത്തിന് വേണ്ടി നേർന്നിട്ടില്ലെങ്കിൽ അവർക്കും ദാരിദ്ര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹു തആല മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ഹയാത്തിലുള്ളവർക്ക് ആഫിയത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? മുത്തുവോ? ഇനി പറയ്. മുസ്തഫ നല്ല പേര്, മുത്തു. അൽഹംദുലില്ലാഹ്. ഞാൻ അങ്ങനെ വിളിച്ചത് മുസ്തഫ പേരുള്ളവരൊക്കെ മുത്തു എന്നാ വിളിച്ച. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്
ഇനി 2000 തരാൻ പറ്റൂല ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടാ അങ്ങനെ 2000 ബെമേം പറഞ്ഞോളൂ. ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാൻ പോകാം. 2001 അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ അതിനെയാ 2000 ആ പെണ്ണുങ്ങളുടെ അടുത്ത് കാശുണ്ടാവില്ലപ്പാ. അവരെ സ്വർണ്ണൊക്കെ ആദ്യം നിങ്ങളെടുത്തില്ലേ? അതന്നെ ഇപ്പൊ വില കൂടിയപ്പോ ഒക്കെ നിങ്ങൾ എടുത്തു പോയി. 2000 അൽഹംദുലില്ലാഹ്. അബ്ദുള്ള സാഹബ് അൽഫൈൻ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പം എല്ലാവരും ആയി ഇൻഷാ അല്ലാഹ്. ഇനി ഓപ്പറേറ്റർ മാത്രമേ തരാനുള്ളൂ. അൽഹംദുലില്ലാഹ്. വേദമൊന്നുമല്ല, ഈ ഫാൻ ഇപ്പോൾ കുഞ്ഞാടുന്നു. ബിസ്മില്ലാഹ്. അതുകൊണ്ട് ഇനി ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് എല്ലാവരോടും ഈ ശഅബാൻ മുന്നോടിയായി ഇവിടെ പഠിക്കുന്ന മുഴുവൻ മക്കളോടും ഞാനൊരു കാര്യം പറയണം. 1000 റുപ്യ ചലഞ്ച് ഞാനിതിന് പാസ്സാക്കുകയാണ്. ഇവിടെ പഠിക്കുന്ന മക്കളൊക്കെ 1000 റുപ്യ തരാം. 1000 റുപ്യ തരാനില്ലാത്തവർ ആരും പെടല്ല. നാളെ ഒരു ഹോസ്പിറ്റലിൽ വന്ന മൊബൈൽ എത്ര റുപ്യാണ്? 15000 റുപ്യ മൊബൈലില്ലേ? ആർക്കാ 15000 റുപ്യ മൊബൈലില്ലാത്ത? എല്ലാവരുടെ കയ്യിലുണ്ട്. ഒരു ആക്റ്റീവ് അല്ലാത്ത ആളുകൾ ആരാള്? എല്ലാവരുടെ വീട്ടിലുണ്ട്. ബാപ്പക്കൊരു മൊബൈൽ, ഉമ്മക്കൊരു മൊബൈൽ, മോക്കൊരു മൊബൈൽ എല്ലാം ഉണ്ട്. ഇനി ഇവിടെ അത് വാങ്ങി വള്ളത്തിൽ ചാടിയാലോ പിറ്റേന്ന് പിന്നെയും വാങ്ങും 15000 റുപ്യ മൊബൈൽ. അപ്പോൾ ഇവിടുന്ന പൈസ വരുന്നത്? എന്നാലും പള്ളിക്കും മദ്രസക്കും സ്ഥാപനത്തിനും ചോദിക്കുമ്പോൾ ഞാൻ പാവാണ്, അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളെ പാവാക്കണേ. എപ്പോഴും ആ ദിക്ർ ചെല്ലും. ആ ദിക്റല്ല ചെല്ലേണ്ടത്. ദിക്ർ ചെയ്യേണ്ടത് അൽഹംദുലില്ലാഹ്. ഈ ദിക്ർ ചെല്ല്. ഒരാള് എന്നോട് പഠിത്തനോട് പറഞ്ഞു, അയാൾക്കൊരു പ്രയാസമില്ല എന്ന് പറഞ്ഞു. ഒരു സഖാഫി, പടച്ചവനെ തൗഫീഖ് സഖാഫി, ആ തൗഫീഖ് സഖാഫി 100 ചില്ലാനം കുട്ടികൾക്ക് ദർസ് നടത്തുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വാപ്പയോ വല്ലിപ്പയോ പഠിപ്പിച്ചു കൊടുത്തു. ഒരു ദിവസം ചുരുങ്ങിയത് 10 വട്ടെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. മൂപ്പര ദർസുൽ അങ്ങനെ തന്നെ മുതഅല്ലിമീങ്ങളെ കൊണ്ടൊക്കെ രാവിലെ തന്നെ മൂപ്പര് ഒരു 10 വട്ടം ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറയിപ്പിക്കും. അപ്പം എല്ലാവരും ഇൻഷാ അല്ലാഹ് 1000 റുപ്യ ഇൻഷാ അല്ലാഹ് ഒരു ചലഞ്ച് ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാനിവിടെ ഇൻഷാ അല്ലാഹ് പാസ്സാക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളോടൊക്കെ ഉണ്ട്. ഞാൻ ഒരു ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഞാനൊന്ന് കയറായില്ലേ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും ഇതെന്ന് മുത്തു ബഷീർ മൊയ്തു ക്രൗൺ എന്താണ് അൽഹംദുലില്ലാഹ് പെയിന്റ് മൊത്തം ഡൗൺ ഫ്ലോർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പം അടിയിലുള്ള ജനലായി പെയിന്റുമായി. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നല്ല സന്തോഷമായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഷീർക്കൻ്റെ ഉപ്പിയുമ്മയൊക്കെ ഉണ്ടാവും. ഉപ്പിയുമ്മയൊക്കെ ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ചെയ്യാതെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം പെയിന്റൊക്കെ കേടാവും. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ ചലഞ്ചിൽ അതൊക്കെ ഉണ്ടാവും പൈസ. പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1000 രൂപ ഇൻഷാ അല്ലാഹ് ഇതിൽ കുട്ടികളെല്ലാവരും ഏറ്റെടുക്കണം. അല്ലാത്ത കുട്ടികളൊക്കെ നാളെ ഞാൻ പുറത്താക്കും ഇൻഷാ അല്ലാഹ്. അത് 1000 റുപ്യ അൽഹംദുലില്ലാഹ്. ഈ സാധു മദനി ഉസ്താദ് പലവരിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് അൽഹംദുലില്ലാഹ് പൂർത്തിയാവുന്ന 1000 റുപ്യ ചോദിച്ചിട്ട് കൊടുക്കാൻ കഴിയാത്തൊരാരും നമ്മൾ. ഞാൻ ഓർക്കുന്നു ഒരു അറബി, അദ്ദേഹം നല്ല പണക്കാരനാണ്. അദ്ദേഹം മില്യൺ റിയാലുകൾ വരുമാനമുള്ള മനുഷ്യനാണ്. ഭയങ്കര പെയിന്റ് കടയാണ് ഹോൾസെയിൽ ബവാദിയിൽ ജിദ്ദയിൽ. അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് ഈ ഹോൾസെയിൽ ഈ ഗോഡൗൺ മുസ്തൗദയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബൂഫിയുണ്ട് തൊട്ടടുത്ത്, ഒരു ചായക്കട. അതിൽ കയറിയിട്ട് ഒരു മലയാളിൻ്റെ കടയിൽ കയറി ഒന്നും ഒരു സാൻഡ്വിച്ച് ഇയാൾ കഴിക്കും. ഇയാൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, സാമ്പത്തികമുള്ള ആളാണ്, വിവരമുള്ള ആളാണ്. അത്തരക്കാരാകുന്ന ആളുകൾ അലമ്പുണ്ടാക്കൂല, ഇവിടെ ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പാടില്ല. ഈ ഒച്ചപ്പാട് കമ്മിറ്റിയിൽ ഉണ്ടാക്കണമൊക്കെ വിവരമില്ലാത്തവരാണ്. വിവരമില്ലാത്തവർ എവിടെയും പ്രശ്നമാണ്, എല്ലായിടത്തും പ്രശ്നങ്ങൾ. ഇവ ഇങ്ങനെ നിൽക്കും. ഇയാളിങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പെയിന്റ് കട മൊത്തം നശിച്ച് ആ നശിച്ച പിറ്റേന്നും ഇദ്ദേഹം വന്നപ്പോൾ ഈ കടയിൽ കയറിയിട്ട് ഇങ്ങനെ കാണിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സാൻഡ്വിച്ച് തന്നെ അർത്ഥം. ആ സാൻഡ്വിച്ചിൻ്റെ നിയമം ഷത്തല, കച്ചപ്പില, തമാത്തംല, ഖിയാറില്ല, ഫുൽഫുല്ല, ബീദ മഗ്ലിബസ്. വല്ലതും തിരിഞ്ഞ അല്ലേ? അൽഹംദുലില്ലാഹ്. കോഴിമുട്ട ആംപ്ലേറ്റ് അടിച്ച് മാത്രം മതി, അതിക്ക് വേറെ ഒന്നും ഇടണ്ടാൻ. അതാണ് ആ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പം അതുകൊണ്ട് പക്ഷെ അന്ന് ഈ മലയാളിക്ക് ഈ അറബിനോട് സംസാരിക്കാൻ ഒരു താല്പര്യം എത്ര നഷ്ടമുണ്ടെന്നറിയാം. നമ്മളാളുകൾക്ക് ഉള്ള ഒരു കേടാണ്. മറ്റുള്ളവൻ്റെ നഷ്ടം അറിയണ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അയൽവാസിൻ്റെ ഒരു കച്ചവടം നഷ്ടപ്പെട്ടാൽ അതിങ്ങനെ അറിയാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ മലയാളി അസ്സലാമു അലൈക്കും കൈഫ് ഹാൽ
സബാൽ ഖൈർ, സബാൽ ഫൂൽ, അൽഹംദുലില്ലാ. എല്ലാം കം ഖസാറ മുംകിൻ യാ മുഹമ്മദ്, എത്ര നഷ്ടമുണ്ട് എന്ന് ചോദിച്ചപ്പം ഈ അറബി ഇതിൻ്റെ കണക്ക് പാടി നാം മുമ്പ് കരുതിയേ അൽഹംദുലില്ലാ അലല്ലാ യാ മുഹമ്മദ് ഖലാസ്. ഇതാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇല്ല 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 എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കും. അതുകൊണ്ട് എപ്പോഴും അൽഹംദുലില്ലാ ഒന്ന് പറഞ്ഞിട്ടല്ലോ അൽഹംദുലില്ലാ. അപ്പൊ നാളെ നേരം വെളുത്താൽ രാവിലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10 വട്ടം അൽഹംദുലില്ലാ എന്ന് പറയാം. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. കാരണം നമ്മൾ മരിച്ചു കിടക്കുകയാണ്, നമ്മൾ ജീവിച്ചല്ലോ. അൽഹംദുലില്ലാ ബിസ്മില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. അത് നമ്മൾ ചെല്ലാനുള്ള ദിക്റൊക്കെ ഉണ്ട്. ദിക്റൊന്നും നിങ്ങൾ ചെല്ലിയിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ 10 വട്ടം പറയാം. അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരും. അതുകൊണ്ട് ഈ 1000 ഉറുപ്പിക ചലഞ്ച് ബദരീങ്ങളെ സാക്ഷ്യപ്പെടുത്തി, ഖാജ പാപ്പനെ സാക്ഷ്യപ്പെടുത്തി, അവിടുത്തെ മകൻ ഫഖറുദ്ദീൻ തങ്ങളെ സാക്ഷ്യപ്പെടുത്തി, അവിടുത്തെ പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളെ സാക്ഷ്യപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് അഹ്ദലിയ ചലഞ്ച് ഞാൻ ഇതിന് പേരിടും. അഹ്ദലിയ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ ഒരു ഖബീലയുടെ പേരാണ്. അൽഹംദുലില്ലാ അൽ അഹ്ദൽ സാദാത്യങ്ങൾ അൽഹംദുലില്ലാ ഞാൻ അഹ്ദലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അലിയുൽ ഖുതുബുൽ അഹ്ദൽ അൽഹംദുലില്ലാ വലിയ മഹാനാണ്. അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട അലിയുൽ ഖുതുബുൽ അഹ്ദൽ ഉപ്പാപ്പക്ക് ഒരു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ചയെ ലുലു എന്നായിരുന്നു ഉപ്പാപ്പ വിളിച്ചിരുന്നത്. ഒരു ദിവസം ഉപ്പാപ്പ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ലുലു എന്ന് വിളിച്ചപ്പോൾ കാണുന്നില്ല. വീട്ടിൽ ചെറിയ ഒരു വിക്കർസ് പൂച്ച കാട്ടിയപ്പോൾ വീട്ടിലുണ്ടാകുന്ന ഖദ്ദാം അതിനൊന്ന് തല്ലിയപ്പോൾ അത് ചത്തപ്പോൾ ഉപ്പാപ്പ അറിയരുതെന്ന് കരുതി വീട്ടിലുണ്ടാകുന്ന ഖദ്ദാമ വിദൂരത്ത് കൊണ്ടുപോയി അങ്ങനെ മറവ് ചെയ്തു. ഉപ്പാപ്പ വിളിച്ചപ്പോൾ ഒരല്പം താമസിച്ച് ആ ചത്ത പൂച്ച ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ പറഞ്ഞു, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ തല്ലിയപ്പം പൂച്ച ചത്തിരുന്നു. ആ പൂച്ചയെ ഞാൻ ഉപ്പാപ്പ അറിയരുതെന്ന് കരുതി ഞാൻ വിദൂരത്ത് കൊണ്ടുപോയി മറവ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ പൂച്ച എത്താൻ താമസിച്ചത്. ആ ഉപ്പാപ്പ അലിയുൽ ഖുതുബുൽ അഹ്ദൽ അഹ്ദലിയ അൽഹംദുലില്ലാ എന്ന നാമത്താൽ അങ്ങനെ ഇടല്ലേ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് ചലഞ്ച് ഇൻഷാ അല്ലാഹ് 1000 ഉറുപ്പിക. ഈ സദസ്സിലൊക്കെ ഒന്നും പറയാത്ത ആളുകൾക്ക് 1000 ഉറുപ്പിക കൈപ്പൊക്കിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈപ്പൊക്ക്, എല്ലാവരും പൊക്കി നിൽക്ക്. ഒരു ഫോട്ടോ എടുക്കും സാർ, ഫോട്ടോ എടുക്കും. എല്ലാവരും കൈപ്പൊക്ക്. ബിസ്മില്ലാ കൈ താത്താൻ പാടില്ല. അൽഹംദുലില്ലാ ഫോട്ടോ വരുന്നത് എടുക്ക് മുത്തുവോ. അൽഹംദുലില്ലാ നീ എടുക്ക്. അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെ ഇൻഷാ അല്ലാഹ് 1000 രൂപ അൽഹംദുലില്ലാ തരണം. ഈ മാസം 313 തരാം, പിറ്റത്തെ മാസം 313 തരാം, പിറ്റത്തെ മാസം 313 തരാം. ഒന്നിച്ച് 1000 കൊടുക്കാമല്ലോ, അങ്ങനെ കൊടുക്കാം. 200 വെച്ച് അങ്ങനെയും കൊടുക്കാം. എല്ലാവരും പൂർത്തിയായിട്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ശവ്വാലിലോ ഞാൻ അൽഹംദുലില്ലാ ദുൽഖഅദ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ ഒരു സമ്പൂർണ്ണ സംഗമം പകലിൽ ചേർത്ത് വരുത്തി ഇൻഷാ അല്ലാഹ് വരും. അതിൽ നന്നാക്കി അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഇതൊന്നും ഇവിടുത്തെ കമ്മിറ്റിയോ ഉസ്താദ് പോലും മനസ്സിൽ ആലോചിക്കാത്ത കാര്യം എൻ്റെ റബ്ബ് എന്നോട് തോന്നിച്ചു, നീ ഇത് ഇവിടെ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതിൽ ഒരു പൊരുത്തമുണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ അല്ലാഹു യാ അല്ലാഹ് യാ ലതീഫ് യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഖഹാർ യാ അല്ലാഹ്. സാധുക്കളാണ്, പാപികളാണ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചവർ, ഇവിടെ വെച്ചുകൊണ്ട് ഏറ്റെടുത്തവർ, അൽഹംദുലില്ലാ അല്ലാഹുവേ ജാരിയായ ധർമ്മമാക്കി നീ കബൂലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും നല്ല റാഹത്തുള്ള ഇണ നീ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ. 9,000 ഏറ്റെടുത്തവർ, 3,000 ഏറ്റെടുത്തവർ, 1000 ഏറ്റെടുത്തവർ, 2000 ഏറ്റെടുത്തവർ, പടച്ചവനെ അല്ലാഹുവേ അത് കാരണമായി ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും നീ ഫത്ഹ് നീ നൽകണം റഹ്മാനെ. ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ ഏത് ക്ലാസ്സിലുള്ള ടീച്ചറാണ് അത് ആദ്യം ആ ക്ലാസ്സിൽ നിന്ന് പൂർത്തിയാക്കുന്നത്, ആ ടീച്ചർക്ക് ഇൻഷാ അല്ലാഹ് നല്ല സമ്മാനം കൊടുക്കും. അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇത് പ്രവർത്തിക്കേണ്ടത് ഓരോ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സുകളുമാണ്. ഇൻഷാ അല്ലാഹ് പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവരാണ് ഇൻഷാ അല്ലാഹ് ഇത് ഫോളോ അപ്പ് ചെയ്ത് പൂർത്തിയാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ഞാനൊന്ന് കയറി ഇൻഷാ അല്ലാഹ് വിഷയങ്ങളൊക്കെ ഒന്ന് പറയും. അല്ലാഹു തആല
തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടെ സാധുവായ എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എൻ്റെ മരിച്ചുപോയ ഉപ്പയുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് അല്ലാഹു എത്തിക്കട്ടെ. എൻ്റെ ഉമ്മാക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എൻ്റെ ഭാര്യ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഹയാത്തിലുള്ളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മളെ ഭാര്യമാർക്കൊക്കെ അല്ലാഹു നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാർ, അൽഹംദുലില്ലാഹ് നമ്മളെ ഓൺലൈൻ പ്രവർത്തകൻ, ഓൺലൈനിലുള്ള ആളുകൾ, മൈക്ക് ഓപ്പറേറ്റർ ഉൾപ്പെടെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഹാദിമീങ്ങൾ, ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ഉച്ചക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി അരികൾ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ, എല്ലാവർക്കും നീ സന്തോഷം നീ നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് കാണാനും കൂടാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ അധ്യക്ഷൻ ഉസ്താദിൻ്റെ അടുക്കൽ ചെറിയൊരു ഹദിയ എല്ലാവരും കൊടുത്തു പോവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.